ഹലോ, കായലും കടലും ഒന്നിക്കുന്ന സ്വപ്ന നഗരിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതെ, ഞങ്ങൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴ വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ. നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് തണ്ണീർമുക്കം ബണ്ട്. 5 പേര് കയറും ഇതിന്റെ. ഇത് പിടി, ഞാൻ കയറാം. വളരെയധികം പേടി. തണ്ണീർമുക്കം ബണ്ടിലെ ആ കൊച്ചിനെ കൊണ്ട് ഫ്രണ്ടിലിരിക്കേ. എന്താ മറിയാമനെ വണ്ടിക്കകത്ത് കെട്ടിയിടറോ? പേടിച്ചിട്ടേ കാഞ്ഞ പേടിയാണ്. കക്കട നിനക്കെന്നടാ പറയാനുള്ള അതിനെ പറ്റി? മണ്ടന്മാരെ കൊള്ളാം, നല്ല ബുദ്ധിയുള്ളതന്നെ. പോയിട്ട് ഓ അഭിനയ അതിന്റെ ഇടയ്ക്ക് കേക്കണേ. ചേട്ടാ അതിനാണ് ഇത് കേറിയേക്കണോ? ചേട്ടൻ ചെയ്തോ? ചേട്ടൻ ചെയ്തോ? ശരിക്കാണ്ട് പിന്നെ എന്നെ അതിനകത്തൊരു ഇൻട്രസ്റ്റ് പരിപാടികൾ ഇതേ ഉള്ളൂ. എനിക്ക് പേടിയാ. മീൻ പിടിക്കാൻ വെച്ചേക്കുന്നല്ലേ? നല്ല വീഡിയോ അതൊക്കെ വിടാം. സിനിമയിലൊക്കെ ഉള്ളതാണ്. അല്ല, ആലപ്പുഴ വന്നിട്ട് എന്തായാലും സ്പീഡ് ബോട്ടിൽ കയറാതെ പോയാൽ ചെയ്ത് അനാവശ്യമായി ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ച. മറിയാമോ പെൻസില് മറിയാ. അതോ സൂപ്പറാണോടാ? പാലത്തിന് നടുക്കായിട്ട് അങ്ങോട്ട് പോക്കുണ്ട് പാറന്ന്. മുന്നും കുത്തി പോരുട്ടോ. കിരം കരഞ്ഞോണ്ടോട്ടെ കണ്ടാടി. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ്? പറയൂ. എനിക്ക് അഡ്വഞ്ചർ അല്ലെങ്കിൽ എനിക്ക് പേടിയാ, പക്ഷെ കുഴപ്പമില്ല. തനു അത് എങ്ങനെയുണ്ടായിരുന്നു? അത് നല്ലതാണോ? ആ ചേട്ടന് കാണിച്ചേ അതുപോലെ.
പുതിയ ടെക്നിക്ക്. അവിടെ കരിക്കുണ്ട് ജാൻമണിയുടെ പാട്ട് അറിയാമോ? അപ്പോഴേക്കും പറയൂ. ഞാൻ മുമ്പേ പാടിയ പാട്ടിന് ഞാനത് പാടി ലയിച്ചു വന്നപ്പോഴേക്കും പറയാമോ? അല്ല, മുമ്പേ കാറിനകത്ത് പാട്ടിട്ടിരിക്കാം. അറിയാമോ ഈ കാരണന്മാരൊക്കെ പോകുന്നോലെ തലയാട്ടുന്നുണ്ട്, തൊടയിലടിച്ച് ആസ്വദിക്കാം. അറിയാമോ? ഇതൊക്കെ പാടിയത് ഞാന് വളരെ മനോഹരമായി ഗാനം ഒരു ഗാനം ഞാൻ കേൾപ്പിക്കട്ടെ. പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. 2.5 ലിറ്റർ കള്ളു കുടിച്ചിട്ടുണ്ട്. നുണക്കരുത്. ഷാപ്പ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ ചെറുപ്പത്തിൽ കള്ളു ഇഷ്ടം പോലെ കുടിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതേ തെളിവില്ല. കോടതിയിൽ എവിഡൻസ് മുഖ്യം. യെസ്, അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ തന്നെ മിനി കൽപ്പകവാടി എന്ന് പറഞ്ഞ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഓരോ ഹൗസ് പോലെ കേട്ടോ. വട്ടവട, മഞ്ഞക്കൊമ്പൻ, കാന്തല്ലൂര്, പിന്നെ ഇതെന്താ നോക്കട്ടെ, ഇതെന്താ ചിന്നക്കനാൽ, അരിക്കൊമ്പൻ. ഇത് ഈ പേരൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാ ഇട്ടേക്കണേ? ഈ പേര് അറിഞ്ഞൂടാ. പോട്ടെ, സാരില്ല. നമുക്ക് ഈ ഹട്ടിൻ്റെ മുകളിലിരിക്കാം. അതാണ് നമ്മുടെ മറിയാമ്മ. ഇത് എന്താന്നൊക്കെ ആദ്യം പറ. ഇത് മുള്ളൻ റോസ്റ്റ്, ഇത് ചെമ്മീൻ റോസ്റ്റ്, ഇത് ചോറിന് കറികളെല്ലാം. പിന്നെ അവിടെ മീൻ കറികൾ വെച്ചിട്ടുണ്ട്. വേറെ ഈ പറഞ്ഞത് വരാനുള്ളൂ. വാളക്കറി, വാള തടി വെക്കുന്നുണ്ട്. ഇത് പുരാതന കാലത്ത് സായിപ്പന്മാര് മറ്റേ ഇത് വന്നപ്പോഴത്തേക്കും കാടുകളിലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ. തള്ളമാർക്ക് തന്നെ പറ്റിയത്. ഇവൻ വളർന്നു വലുതായി. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ആംബിയൻസ്. അതിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പൂളാണ് എനിക്ക് കാണേണ്ടത്. പൂള് നമ്മൾ ഒരുപാട് ഏരിയ പ്രതീക്ഷിക്കേണ്ട, എന്നാലും നമുക്ക് പ്രൈവസി ഉണ്ടാവും. എന്നാലും കൊള്ളാല്ലേ ഒരു ചേട്ടന്മാരൊക്കെ മണ്ണിൽ ട്രീസിന്. അങ്ങനെ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. വാം ഹോട്ടൽസ് ലേക്ക് ഹെവൻ റിസോർട്ടാണ്. ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലഗേജസ് ഒക്കെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ റൂമിലോട്ട് എത്തിക്കും. ആംബിയൻസ് ഇസ് നൈസ്. നല്ല പച്ചപ്പും ഹരിതാവും ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും. റൂം പോയി നോക്കട്ടെ. രസമുണ്ട്. അച്ഛൻ പുറത്താ. അതെ, അവിടെ ഉണ്ട്. ഇതല്ലേ വ്യൂ പോയിന്റ് കേട്ടോ. ബാൽക്കണിയൊക്കെ ആയിട്ടാണ്. നല്ല രസമുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഏൻഷ്യൻ ടച്ചപ്പാണ്. ഇത് ഹെറിറ്റേജ് റൂമാണ് ഇവിടുത്തെ. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബാൽക്കണി ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ തരം TV ഉണ്ട്, AC ഉണ്ട്. ഇറ്റ്സ് ഗുഡ്.
സ്റ്റേ നല്ല സെറ്റാണ്, നല്ല നീറ്റ് ആയിട്ടുണ്ട് അല്ലേ മറിയാമ്മേ? എന്താ സ്റ്റേനെ പറ്റി അഭിപ്രായം? നല്ല നല്ല നീറ്റും ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഡീലിങ്സും ഒക്കെ കൊള്ളാം അല്ലേ? എടാ 5:30 ആകുമ്പോൾ നമുക്ക് ബോട്ട് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് പോവാൻ വേണ്ടിട്ട് ബോട്ട് റെഡിയായി. എടാ ബോട്ട് റെഡിയായി, ബാ. ഹലോ, ബോട്ട് റെഡിയായി, ബാ. പൊക്കോളാനാ? ആ നമുക്കപ്പം അങ്ങോട്ട് പോവാം. ഓ അതാണ് ബോട്ട്. എല്ലാം ജനസംഖ്യ ഇരുന്നോട്ടെ. നമ്മുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ബോട്ടിൻ്റെ അടുത്തോട്ട് പോവാം. നമുക്ക് ബോട്ടെ കയറി അവര് വന്നോണ്ടിരിക്കുക. സനു കൈ കാണിച്ച് ഇടത്തോട്ട് തിരിഞ്ഞോ, കൈ കാണിച്ച് തിരി. കേറി തുടങ്ങി നമ്മൾ പാട്ടൊക്കെ കേട്ടാ പോണ നമ്മള്. സനു ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ചുമ്മാ ഫ്രണ്ട്സുമായിട്ട് 1 ഡേ ഔട്ടിങ് എന്നുള്ള രീതിക്ക് വന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേ ആക്ച്വലി പ്രിപ്പയർ ആയിരുന്നില്ല. കാരണം ഓഫ് സീസൺ ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ കാണുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 6 പേരും ബുക്ക് ചെയ്യണ്ട, ഇവിടെ വരുമ്പോൾ നോക്കാമെന്ന മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ കാറിലിരിക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരെണ്ണം സെർച്ച് ചെയ്തെങ്കിലും നമുക്ക് അവിടെ എത്തിയപ്പോൾ അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തത് നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിയിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് വാംത്ത് ഹെറിറ്റേജിലാണ്. ഇവിടെ കുഴപ്പമില്ല, നമ്മൾ വന്ന ഒരു സെറ്റപ്പിനെ പറ്റിയൊരു ആംബിയൻസ് ആണ്. നമുക്ക് പൂള് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇവിടെ അങ്ങ് ചൂസ് ചെയ്തത്. ഇവിടെ പിന്നെ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ കയാക്കിങ്ങും പിന്നെ ഒരു ബോട്ടിൻ്റെ സെറ്റപ്പും ഉണ്ട്. സോ പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണം. ആൻഡ് എൻ്റെ കൂടെയുള്ള സനുവിൻ്റെ ബൊട്ടീക്കിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ നല്ല അത്യാവശ്യം ആംബിയൻസൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കണം. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് എൻ്റെ പാറുവിൻ്റെ നാടാണ് ആലപ്പുഴ എന്നുള്ളത്. പിന്നെ എൻ്റെ UGയിൽ വിഷ്ണു എന്നുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ വീടും ഹോം ടൗണും ആലപ്പുഴയാണ്. അതാണ് എൻ്റെ 2 ഓർമ്മ ആലപ്പുഴ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ. എനിക്ക് ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഈ ഒരു കായലും കുറേ പാലങ്ങളും പിന്നെ ഇവിടുത്തെ ഫുഡും ബീച്ചും ഒക്കെയാണല്ലേ എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ അതൊക്കെയാണ് ആലപ്പുഴ. നമുക്കൊന്ന് കാമായിട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കാം. ഓ ഏതാ? നമുക്കൊരു ചെറിയ പരലിനാണ്. നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം. റിലീസാണ്.
നമ്മളിങ്ങനെ ഇങ്ങനെ കുളത്തൂരി എടുത്ത് ഇതുണ്ടോ ബക്കറ്റ് ഉണ്ടോ ഇടാൻ? പിന്നെ നമ്മൾ ക്യാച്ച് റിലീസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ റിലീസ് ചെയ്യണം. ഇതുണ്ടോ ചാടിക്കോളൂ. ചാടുന്നില്ല. ആ പോയി. യെസ് നെക്സ്റ്റ് ട്രൈ. ആ ഇത് വേണമെന്നേ ഉള്ളൂ, അതിനെ തിരിച്ച് ജീവിക്കാൻ അനുവദിക്കും. നമുക്ക് ആ ഒരു ഇതിൽ സ്റ്റിക്കിൽ കിട്ടുന്ന ഒരു ഫീലുണ്ട്. നമുക്ക് ഇത് ഈ മീൻ പിടിക്കുമ്പോൾ മീൻ അടിക്കുമ്പോൾ ഈ സ്റ്റിക്കിൽ നമുക്ക് ഈ പോൾ റോഡിൽ നമുക്കൊരു ഫീൽ കിട്ടും. ഇങ്ങനെ ബെൻഡ് ആവും ഇങ്ങനെ. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഹരം കിട്ടുന്നു. കിട്ടിയോ? കിട്ടും. ഇപ്പൊ കിട്ടും. കിട്ടുമൊന്നുമില്ല. വീണില്ല. മീൻ കൊണ്ടുപോയി നമ്മൾ അടുത്ത് ആ തീറ്റ മീൻ കൊണ്ടുപോയി. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മീൻ ഗൈസ്, ഇതൊരു പരല് കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു പരലാണ്. ഓക്കെ, നിനക്കത് കിട്ടിയ 2 മീൻപിടുത്തക്കാരും കൂടി തകർക്കുക. എന്നെ തോണിയിൽ അമ്പരിക്കായിൽ അങ്ങനെ കുട്ടനാടിന്റെ ബാക്ക് വാട്ടറിലൂടെ അച്ചുവും ചാലയും നടത്തുന്ന അതിഭീകരമായ പര്യടനം. അതിനാണ് ഇവിടെ കാലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് കാണുക. ഓ കേറാനേ പേടിയുള്ളൂ, പിന്നെ വലിയ സീനില്ല. നോ ഗൈസ്, എല്ലാം പേടിയാണ് ഗൈസ്. എനിക്ക് പേടിയാണ്. എല്ലായിടത്തും കാര്യം എനിക്ക് നീന്തൽ അറിയില്ല. ബാക്ക് വാട്ടർ. ദാറ്റ് ഈസ് അവർ റൂം. ഇതിന് നല്ല താഴ്ച ഉണ്ടോ ഇവിടെ? പിന്നിലാണ്ട് ഹൗസ് ബോട്ട്, അത്ര വലിയ ഹൗസ് ബോട്ട് നിന്ന് പോണ സ്ഥലമാണ്. ചാടി കഴിഞ്ഞാൽ അങ്ങ് പോയി മുങ്ങി. ആഴം ഉണ്ടോന്നോ ക്വസ്റ്റിനാണ്. ആ വ്യൂ കാണിച്ചു കരതല. ഒരു മാങ്ങ, ഒരു മാങ്ങ. മാങ്ങയോ? ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ മതി. കേറി നിന്നുള്ള പരിപാടിയൊന്നും വേണ്ട. കേറി നിന്നല്ല, കൈ കൊണ്ട് എത്തിപ്പറിക്കാൻ പറ്റുന്നതാണ് പറയാൻ. മാങ്ങ കണ്ടോ? ആ അങ്ങോട്ട് അത് കൈ എത്തിപ്പിടിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, മറ്റേ നീല കളർ വലിച്ചു തരുന്നല്ലേ ഇനി കണ്ടിട്ടോ. ടേസ്റ്റാണ്. അവിടെ വാങ്ങി ഉണ്ടായിരുന്നു കാര്യം. ആ അവിടെ ചില്ല് കൊള്ളല്ലേ ശിഖരം? അവിടെ ഉണ്ട്, അവിടെ ഉണ്ട് വാങ്ങി. അതല്ല പിന്നെ ഞാൻ എത്ര നേരം കാണിച്ചോണ്ടിരുന്നു. പതുക്കെ നിർത്ത് നിർത്ത്, പതുക്കെ നിർത്ത്. പക്ഷെ മാങ്ങ ഭയങ്കര ചെറുത്. ഇത് പിടിച്ച് അത് വലുതാണോ? പക്ഷെ അത് കഴിക്കാൻ പാകമായോ? മൂവാണ്ടറാണ് അടിപൊളിയാ. തിരികെ വണ്ടി ഒരു മാങ്ങ കൂടി കണ്ടു കേട്ടെ. അതെ ഇവിടെ ഉണ്ട് കാര്യം. പക്ഷെ ഇവിടെ വലിയ വലിയ മാങ്ങ ഉണ്ട്. വേണ്ട വേണ്ട, കേറല്ലേ, നിക്കരുത്. എനിക്ക് ഒന്നാമത് വെയിറ്റ് ഇല്ല. അതുണ്ട്. ഒരെണ്ണം നീ പറയാൻ പറ്റും കാര്യം. വേണ്ട, ഇപ്പൊ മാങ്ങ കഴിക്കാതിരിക്കണൊന്നും അല്ലല്ലോ. ഇത് നോക്കി കളിക്കുന്ന പോലെ മാങ്ങയാ. ഇതൊക്കെ വെള്ളത്തിൽ വീട് പോണ സാധനം. ശരിയാ, അവര് പറഞ്ഞ അച്ഛൻ കൊണ്ടുവരില്ലാന്ന് വിചാരിക്കും. അവര് മീൻ പിടിക്കുന്നു, നമ്മൾ മാങ്ങ പറിക്കുന്നു. നമ്മള് അവിടുന്ന് വണ്ടി തുഴഞ്ഞു പോയി പറിച്ച മാങ്ങ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഒരു ദിവസം ഭയങ്കര പെട്ടെന്ന് പോയി. നല്ല ഡേ ആയിരുന്നു. കുറേ റിലാക്സിങ് മൊമെൻറ്റ്സ് കിട്ടി. ഹാപ്പി. അപ്പോൾ ഇനി അടുത്ത വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. ഇവിടെ ഷട്ടിൽ കോക്ക് ഉണ്ട്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് വേണ്ട പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ നമുക്കൊരു ബോട്ടിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തു തന്നു, ഒരു ഹാഫ് ആൻ അവർ. അത് നേച്ചറിലുള്ള ഒരു പ്ലേസാണ്. സ്റ്റേയും കൊള്ളാം, നീറ്റ് ക്ലീൻ എല്ലാം സെറ്റാണ്. നല്ല ക്ലീൻ റൂംസ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ഗുഡ്. നമുക്കൊരു 10-ലൊരു 9 കൊടുക്കാം. ഗുഡ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കണ്ണാടി ഊരിയില്ലേ?